ഇനി കോതമംഗലത്തേക്കാണ്. കോതമംഗലത്ത് സുഹൃത്തിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അൻസിലിന് അധീന വിഷം നൽകിയത് എനർജി ഡ്രിങ്കിൽ കലക്കിയാണെന്നാണ് നിഗമനം. ഇന്ന് നടന്ന പരിശോധനയിൽ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ എനർജി ഡ്രിങ്ക് ബോട്ടിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. നിരന്തരമായി ഫോൺ വിളിച്ചാണ് അധീന ജൂലൈ 29-ന് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നേരത്തെ ഇരുവരും അടുപ്പത്തിലായിരുന്നു. പിന്നീട് ബന്ധം വഷളായി. അൻസിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ അധീന നിയമമാർഗം തേടി. എന്നാൽ പണം നൽകാമെന്ന ഉറപ്പിൽ കേസ് പിൻവലിച്ചു. പക്ഷേ അൻസിൽ വാക്ക് തെറ്റിച്ചതോടെ അധീന ഇടഞ്ഞു. ഇവർക്ക് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെയായിരുന്നത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെൺകൊച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ തന്നെയാണ് അൻസിലിന് വിഷം നൽകിയതെന്ന് അധീന നേരത്തെ സമ്മതിച്ചതാണ്. എന്നാൽ എന്തിൽ കലർത്തി എങ്ങനെ നൽകിയെന്ന ചോദ്യങ്ങൾ അവശേഷിച്ചിരുന്നു. ഇതിനാണ് ഇന്ന് വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിലൂടെ മറുപടി ലഭിക്കുമെന്ന് പോലീസ് സംഘം പ്രതീക്ഷിക്കുന്നത്. അധീനയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഒഴിഞ്ഞ എനർജി ഡ്രിങ്ക് കുപ്പികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഫോറൻസിക് സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് തെളിവെടുപ്പ്. കഴിഞ്ഞ ദിവസം കൊലപാതകത്തിനുപയോഗിച്ച കളനാശിനി വാങ്ങിയ കടയിൽ അധീനയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. 1 മാസം മുൻപ് തന്നെ ചെറിയ പള്ളിത്താഴത്തെ കടയിലെത്തി പാരാക്യൂറ്റ് എന്ന കളനാശിനി അധീന വാങ്ങി. ഗൂഗിൾ പേ വഴിയാണ് പണമിടപാട് നടത്തിയത്. ഇതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അധീന വിഷം നൽകിയ വിവരം ജൂലൈ 30-ന് പുലർച്ചെ അൻസിൽ തന്നെയാണ് പോലീസിനെയും ബന്ധുക്കളെയും അറിയിക്കുന്നത്. തുടർന്ന് ബന്ധുക്കളും പോലീസും ആശുപത്രിയിലാക്കി. ചികിത്സയിലിരിക്കെ ജൂലൈ 31-ന് അൻസിൽ മരിച്ചു. അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിനു മുൻപ് അധീന CCTV തകരാറിലാക്കുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. CCTV തകരാറിലാക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വ്യാഴാഴ്ച അധീനയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.